മാനന്തവാടി നിയോജക മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി OR കേളു ഇപ്പോൾ വാഹന പര്യടനത്തിലാണ്. രണ്ടാം ഘട്ട വാഹന പര്യടനം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നാം ഘട്ട വാഹന പര്യടനത്തിനു ശേഷം മണ്ഡലത്തിൽ ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്ത ശേഷമാണ് രണ്ടാം ഘട്ട പര്യടനം ആരംഭിച്ചുള്ളത്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. കേളോട്ട, ഒന്നാമത്തെ വാഹന പര്യടനമൊക്കെ ഒന്നാം ഘട്ടം അവസാനിച്ചു, രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ വലിയൊരു റോഡ് ഷോ മാനന്തവാടി മണ്ഡലത്തെ ആകെ ആവേശഭരിതമാക്കിയ റോഡ് ഷോ ആയിരുന്നു. എന്താണ് ഒരു പ്രചാരണത്തെ കുറിച്ച് പറയാൻ? അപ്പം നമ്മൾ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് ലാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പര്യടന പൊതുയോഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ആരംഭിച്ചു. നാളെ 2-ാം തീയതി കൂടി ഇതുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആണ് ഇന്നലെ MA ബേബി സഖാവ് മാനന്തവാടി വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുയോഗം റോഡ് ഷോയാണ് നടന്നിട്ടുള്ളത്. പ്രവർത്തകരെല്ലാം വല്ല ആവേശത്തിലാണ്. ആവേശപൂർവ്വം ഏതായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പാർട്ടിയും മുന്നണി പ്രവർത്തകരും നാട്ടുകാരെല്ലാം. ഒരു വലിയ റോഡ് ഷോ ആയിരുന്നു അല്ലെ? ഗംഭീരമായ റോഡ് ഷോ ആയിരുന്നു. അത് ഒരു മുന്നേറ്റം, അതായത് പ്രചാരണത്തിലൊരു മുന്നേറ്റം നേടിയെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. അതെ, നമ്മൾ പ്രചാരണത്തിന് മുന്നേറ്റം കൊടുക്കാനും മണികളിൽ ആവേശമുണ്ടാക്കാനും ഒക്കെയാണല്ലോ ഇങ്ങനെ റാലികളും നമ്മുടെ ജനറൽ സെക്രട്ടറി ഒക്കെ വരുന്നത്. അപ്പോൾ ജനറൽ സെക്രട്ടറി വന്നതോട് കൂടിയിട്ടും ഇന്നലെ റാലി നടത്തിയോട് കൂടിയിട്ട് ഒന്നുകൂടി നമ്മുടെ മുന്നണി പ്രവർത്തകർ ആവേശോജ്ജലമായി. മണ്ഡലത്തിൽ പ്രധാനമായും അതായത് ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങളോട് തന്നെ പലരും പറയുന്നുണ്ടാവും, വികസനമാണോ ചർച്ച ചെയ്യുന്നത് അതോ UDF-ലെ പ്രശ്നങ്ങളാണോ ചർച്ച ചെയ്യുന്നത്? എന്താണ് മുന്നോട്ട്? അല്ല, ഞങ്ങൾ മുന്നണി മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 10 വർഷം കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസനവും ക്ഷേമവും നമ്മുടെ ദൈവത്തിൻ്റെ നാടിൻ്റെ മതേതരത്വവും ഇത് നമ്മൾ ജനങ്ങൾ മുമ്പാകെ വെച്ചുകൊണ്ടാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. അല്ലാതെ പിന്നെ നുണയൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. റേഷൻ വാങ്ങുന്നു, പവർ കട്ടില്ല, റോഡുണ്ട്, പാലമുണ്ട്, എല്ലാ സംവിധാനങ്ങളും കൃത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ വോട്ടർമാരെ കാണുമ്പോൾ അവർക്ക് ഒന്നും പറയാനില്ല. ഓക്കെ, നിങ്ങൾ ജയിച്ചിരിക്കുന്നു എന്നുള്ള മറുപടിയാണ് അവർ തരുന്നത്. അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഗവൺമെൻറ് അത് തരുന്നില്ല എന്നൊന്നും വോട്ടർമാർക്ക് ഒരു തരത്തിലുള്ള പരാതിയും കാണുന്നില്ല. ഒരു പരാതിക്ക് അടിസ്ഥാനമില്ലാത്ത രീതിയിലാണ് വോട്ടർമാർ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വ്യക്തിപരമായി എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വോട്ടായി മാറും. കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ വോട്ടായിട്ടല്ല ജയിച്ചത്. ഇപ്രാവശ്യം അതേപോലെ വോട്ടാവും, ജയിക്കും. പറഞ്ഞൊരു കാര്യമുണ്ട്, നുണകളൊന്നും ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ അതിന്റെ അപ്പുറത്ത് നുണകളൊക്കെ പറയുന്നവരുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ആ നുണയല്ല ഇപ്പം നമ്മളിപ്പോൾ 6 മാസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താ പറയുക, ഈ ഒരു റോഡിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഈ റോഡ് എങ്ങനെ ഇരിക്കുന്നത്, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഇവിടെ പാലമില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ എന്താ പറയുക, കണ്ണടച്ചിരുട്ടാക്കുന്നവരോട് എന്താ പറയുക? എല്ലാ നുണയും ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കേരളത്തിലെ 3.5 കോടി 4 കോടി ജനങ്ങളെ ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരും. അതിൻ്റെ കണക്ക് നമ്മൾ കൂട്ടി. ആ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ 3 വർഷത്തെ ബഡ്ജറ്റ് തുക ടോട്ടൽ കൂട്ടിയാലേ മൊത്തം ആൾക്കാരെ ഈ ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. KSRTCയിൽ സൗജന്യ യാത്ര എന്നുണ്ട്. KSRTCനെ എങ്ങനെയെങ്കിലും ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് പെടാപ്പെട്ട് പാടുകൊണ്ടിരിക്കുക. ആ സമയത്താണ് എല്ലാവരും സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ആ സൗജന്യ യാത്ര പോയി കഴിഞ്ഞാൽ KSRTC എന്താവും? അപ്പോൾ ഒരു കണക്ക് സ്ത്രീകളെ ആകർഷിക്കുന്ന ഒരു കാര്യമല്ലേ സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്ര എന്ന് പറയുന്നത്? അതെ, അല്ല, വെറുതെ കിട്ടിയാൽ എല്ലാവർക്കും നല്ല തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല അല്ലേ? ഒരു സൗജന്യമായിട്ട് ഒരു കാര്യങ്ങൾ കിട്ടിയാലും നല്ലതാണ്. പക്ഷേ കേരളത്തിൻ്റെ പൊതുസ്ഥിതിയും ധനസ്ഥിതിയും കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടല്ല ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. തെറ്റായിട്ടുള്ള സന്ദേശം ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് കൊടുത്തുകൂടാ. വെറുതെ പറയുന്നതാണല്ലേ സൗജന്യ യാത്ര എന്നുള്ളത് UDF? അതെ, കാരണം ഇത് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനം മറ്റേ ഇവിടെ നടന്നല്ലോ, തെലങ്കാനയിൽ നടന്നല്ലോ അല്ലേ? തെലങ്കാനയിൽ ഒന്നും നടന്നില്ലല്ലോ. ഇപ്പോൾ തൊട്ടടുത്ത് കർണാടകയിലെല്ലാം പൂട്ടിക്കെട്ടിയല്ലോ. KSRTCൻ്റെ കാര്യം പറഞ്ഞിട്ട് അത് പൂട്ടിക്കെട്ടി. തെലങ്കാനയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു, അവിടെയും പൂട്ടിക്കെട്ടി. അപ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുക, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നടപ്പാക്കാതിരിക്കുക. പക്ഷേ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, 10 വർഷക്കാലം പറഞ്ഞ കാര്യങ്ങൾ, ഈ എന്താ പറയുക, പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആർക്ക് വേണമെങ്കിലും പരിചയം. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. നടക്കാത്ത ഏത് കാര്യമാണുള്ളത്? കുട്ടികൾക്ക് പാഠപുസ്തകം നേരത്തെ കൊടുക്കും നമ്മൾ പറഞ്ഞു. 6 മാസം മുമ്പ് പാഠപുസ്തകം റെഡിയാണ്. ഇതാണ് അടുത്ത വർഷം. വലിയ പ്രതീക്ഷയിലാണ്. വലിയ പ്രതീക്ഷയിലാണ്. ഓക്കെ.
വികസനം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. UDF മുന്നോട്ട് വെച്ച KSRTC സൗജന്യ യാത്ര അടക്കമുള്ള കാര്യങ്ങൾ പ്രായോഗികമല്ല. അത് തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലും അവർ നടപ്പിലാക്കാൻ ശ്രമിച്ച് KSRTCയെ പൂട്ടിച്ച അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല, പ്രായോഗികമായ വികസനവുമായി മുന്നോട്ട് പോകും, അത് ജനങ്ങളിലേക്ക് എത്തിക്കും, അതൊക്കെ തന്നെ വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ORK. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.